നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജോലി സ്ഥലത്ത് നല്ല യു ഡിസൈൻസുകളെല്ലാം ചെയ്തിട്ട് നിങ്ങൾ നല്ല രീതിയിൽ യൂസർ ജേണി സിമ്പിളാക്കി, ഇംപ്രൂവ്ഡ് യൂസബിലിറ്റി നല്ല രീതിയിലാക്കി, അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കൺവേർഷൻസ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ആരും നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ദിസ് ഈസ് സംതിങ് മെനി യു ഡിസൈനേഴ്സ് ഫേസ്. കാരണം എല്ലാ ഡിസൈനേഴ്സും ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ട്രൂത്ത് എന്താന്ന് വെച്ചാൽ, എല്ലാ ഓർഗനൈസേഷനിലും നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഒരിക്കലും സംസാരിക്കില്ല. അവിടെ സംസാരിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ വർക്കാണ് അവിടെ സംസാരിക്കേണ്ടത്. ദിസ് ഈസ് ദ പ്ലേസ് വേർ സെൽഫ് മാർക്കറ്റിംഗ് കംസ് ഇൻ. സോ ലെറ്റ്സ് ഡീപ്ലി ഡൈവ് ഇൻ ടു ദിസ്. എന്താണ് സെൽഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? എല്ലാവരും പറയുക സാധാരണ സെൽഫ് മാർക്കറ്റിംഗ് ചെയ്യുന്നവരെ അതൊരു ഷോ ഓഫ് ആണെന്നാണ് ശരിക്കും പറഞ്ഞു ഓർഗനൈസേഷനിൽ. ശരിക്കും അതൊരു ഷോ ഓഫ് ആണോ? ഒരിക്കലും അല്ല. നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങൾ എടുക്കുന്ന എഫർട്ട്, നിങ്ങളുടെ പ്രോസസ്സ്, നിങ്ങളുടെ വാല്യൂ, ഇവയെല്ലാം മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന തരത്തിൽ ഒരു ഓർഗനൈസേഷനിൽ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് സെൽഫ് മാർക്കറ്റിംഗ്. ഒരു ഡിസൈനറുടെ ജോലി എന്ന് പറയുന്നത് ഡിസൈൻ ഉണ്ടാക്കുക മാത്രമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസൈനിന്റെ ഇമ്പാക്റ്റ് എല്ലാവരെയും മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ്. അതായത് അയാൾ എടുത്തിട്ടുള്ള എല്ലാ പ്രോസസ്സുകളും എഫേർട്സുകളും ഓർഗനൈസേഷൻ വൈഡ് അവതരിപ്പിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ. പലപ്പോഴും ഡിസൈനേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഡിസൈൻ എപ്പോഴും ഒരു ബാക്ക് എൻഡിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേക്ക് ഹോൾഡർ കാണുന്നത് ഒരു പോളിഷ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു വയർ ഫ്രെയിം, അല്ലെങ്കിൽ ഒരു മോക്കപ്പ്. ശരിക്കും അവര് നമ്മളെടുക്കുന്ന എഫർട്ട്, ലൈക്ക് യൂസർ റിസർച്ച് നടത്തിയത്, വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത്, യൂസബിലിറ്റി ടെസ്റ്റ് നടത്തിയത്, ഓൾട്ടറേഷൻ നടത്തിയത്, ഇതെല്ലാം പലപ്പോഴും ഡിസൈൻ ചെയ്യുന്നത് കഴിഞ്ഞിട്ടും അണ്ടർ വാല്യൂ ചെയ്യപ്പെടുന്നുണ്ട്. യൂസ് ചെയ്തിരിക്കുന്ന നല്ല കളറുകൾ എന്ന് പറഞ്ഞ് മാത്രമാണ് എല്ലാവരും വാല്യൂ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചാൽ പല ഡിസൈൻസിന്റെയും പ്രൊമോഷൻ നഷ്ടമാകും. അതുപോലെ തന്നെ ഗ്രോത്ത് അവർക്ക് ഉണ്ടാകില്ല. അവർ ഡിസൈനേഴ്സ് എവിടെയെങ്കിലും സ്റ്റക്കായിരിക്കും. ഇവിടെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞ നല്ലൊരു സെൽഫ് മാർക്കറ്റിംഗ് ആവശ്യം വരുന്നത്. ഡിസൈൻ ഇസ് ജസ്റ്റ് അബൌട്ട് കളേഴ്സ്. റീസെന്റ് ഞാൻ പലരുമായി സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് ഡിസൈൻ ജസ്റ്റ് ഒരു കളറ് അടിച്ച് നിങ്ങളൊരു സാധാരണ ഒരു പെയിന്റ് അടിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട്, ലൈക്ക് അണ്ടർസ്റ്റാൻഡിങ് ഡിസൈൻ പ്രിൻസിപ്പിൾസ്, പ്രോസസ്സ്, ഇതെന്താണെന്ന് പലർക്കും ശരിക്കും അറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒരു ഫോണ്ട് യൂസ് ചെയ്യാനും, കളേഴ്സ് യൂസ് ചെയ്യുന്നതിനും, അതല്ലെങ്കിൽ ഒരു ലേഔട്ട് യൂസ് ചെയ്യുന്നതിന്, അത് സെർട്ടൺ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഉണ്ട്. ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് പലപ്പോഴും ഒരു അല്ലെങ്കിൽ ഡിസൈനേഴ്സ് ഒരു ലേഔട്ട് ബിൽഡ് ചെയ്തെടുക്കുന്നതും അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും. പല ഓർഗനൈസേഷനിലും ഇതിപ്പോഴും അണ്ടർ വാല്യൂ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു ഓർഗനൈസേഷന്റെ ഇൻസൈഡിൽ ഒരു യു ഐ ഡിസൈനേഴ്സിന് എന്തുകൊണ്ടാണ് സെൽഫ് മാർക്കറ്റിംഗ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്? ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വിസിബിലിറ്റി ഓഫ് ഇമ്പാക്റ്റ് ആണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്കിന്റെ ബിസിനസ് ഇമ്പാക്റ്റ് അത് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. മേ ബി നിങ്ങളൊരു ഇ കൊമേഴ്സ് സൈറ്റിൽ നിങ്ങളൊരു ചെക്ക്ഔട്ട് ഫ്ലോ ഇൻക്രീസ് ചെയ്തു, അതുപോലെ തന്നെ നാവിഗേഷൻ നല്ല രീതിയിൽ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നല്ല രീതിയിലുള്ള കസ്റ്റമറിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു യൂസബിലിറ്റി അവർക്ക് കിട്ടി. സോ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾ ഷെയർ ചെയ്യണം. എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് അതിനൊരു ബിസിനസ് ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കരിയർ ഗ്രോത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു ഓർഗനൈസേഷനിൽ കൂടുതലും പ്രൊമോഷൻസുകളും അതുപോലെ ലീഡർഷിപ്പ് റോളുകളിലേക്കും സ്കിൽഡ് പേഴ്സൺസുകളെ എല്ലാം കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവുക. ആ ഓർഗനൈസേഷനിൽ വിസിബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ ആയിരിക്കും കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവരുടെ സ്വന്തമായിട്ട് തന്നെ മാർക്കറ്റ് ചെയ്യും. അവരുടെ പൊസിഷൻ അവര് എപ്പോഴും അവരുടെ ആ ഡെസിഗ്നേഷൻ നിന്നുകൊണ്ട് തന്നെ അടുത്ത പൊസിഷനിലേക്ക് എങ്ങനെയൊക്കെ മൂവ് ചെയ്യാമെന്നതിന് പ്ലാൻഡ് ആയിരിക്കും. സോ മൂന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ് ആണ്. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കുമ്പോൾ അവര് നമ്മളുടെ വാക്കുകൾ, അതുപോലെ തന്നെ നമ്മളുടെ ഡിസൈൻ റെക്കമെൻഡേഷൻസിനും നല്ല രീതിയിൽ മീറ്റിംഗ്സുകളിൽ പ്രാധാന്യം തരും. അതുപോലെ തന്നെ പല മീറ്റിങ്ങുകളിലും നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയും നമ്മളുടെ ഡിസ്കഷനെ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യും. അതിനാണ് നല്ല രീതിയിൽ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസ് രണ്ട് തരത്തിലും ചെയ്യാം. പോസിറ്റീവായിട്ടും ചെയ്യാം, നെഗറ്റീവായിട്ട് ചെയ്യാം. അത് നിങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്പർ 4 എന്ന് പറയുന്നത് കൊളാബറേഷൻ ആണ്. ഒരു ഗുഡ് ഡിസൈൻ നീഡ്സ്
ക്രോസ് ടീം സപ്പോർട്ട് എന്നാണ് പറയുക. അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ടും നല്ല ബന്ധമുണ്ടായിരിക്കുന്ന പറയാം നല്ലൊരു ഡിസൈൻ ബിൽഡ് ചെയ്യണമെങ്കിൽ. സോ നിങ്ങൾക്ക് നിങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ പറ്റണം. അത് പ്രത്യേകിച്ച് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ട് ലൈക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺട്രിബ്യൂഷനെ അവർ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യും. That makes collaboration smoother and productive. The last and final point, confidence. When you present your work, നിങ്ങൾ നിങ്ങളുടെ വർക്കുകൾ ഷോക്കേസ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ വിൻസുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ അതൊരു റെപ്യൂട്ടേഷനെ നിങ്ങളെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ ഉണ്ടാകും. ആ ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങളെ നല്ലൊരു ഡിസൈനർ ആവാനും ഡിസൈൻ ലീഡർ ആവാനും നിങ്ങൾക്ക് സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ലൈഫിൽ വർക്കിൽ മാത്രമല്ല ലൈഫിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കോൺഫിഡൻസ് തന്നെയാണ്. സോ ഇനി നമുക്ക് എങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ നിങ്ങളെ സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാം ആസ് എ UX ഡിസൈനർ എന്ന് നമുക്ക് നോക്കാം. ഹിയർ ആർ ദ സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കൽ വേസ്. ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ടെൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്റ്റോറീസ്. നിങ്ങളൊരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡിസൈൻ മുൻപ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അത് ഫൈനൽ വേർഷനിൽ എത്തിയപ്പോൾ എന്ത് ഇമ്പാക്റ്റ് ആണ് ആ ഡിസൈനിൽ ഉണ്ടായിട്ടുള്ളത് ഒരു മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് യൂസ് നമ്പേഴ്സ് ആൻഡ് റിസൾട്ട്സ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് ലൈക്ക് നമ്മൾ ഒരു ഹോം പേജ് റീഡിസൈൻ ചെയ്തതിന് പകരം ആ റീഡിസൈൻ ചെയ്ത ഹോം പേജിന് എങ്ങനെ എത്ര റെഡ്യൂസ്ഡ് ആയിട്ട് ബൗൺസ് റേറ്റ് കുറച്ചു എന്നുള്ളത് വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഷെയർ സ്മോൾ വിൻസ് ഇന്റേണലി. നിങ്ങളുടെ ചെറിയ ചെറിയ വിന്നുകളെ ഇന്റേണൽ മീറ്റിംഗ്സുകളിൽ കമ്പനി ചാനൽസുകളിലെല്ലാം പറയാൻ ശ്രമിക്കുക. അതൊരു സ്ക്രീൻഷോട്ട് ആയിരിക്കാം, കോട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. അത് ഇന്റേണലിയും പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കീപ് ആൻ ഇന്റേണൽ പോർട്ട്ഫോളിയോ ജസ്റ്റ് ലൈക്ക് എ ഡ്രിബിൾ ബിഹാൻഡ്. നമ്മളും ഓർഗനൈസേഷനിൽ നമ്മൾ ഇതുവരെ ചെയ്ത വർക്കുകളുടെ എല്ലാം ഒരു പോർട്ട്ഫോളിയോ എപ്പോഴും ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് ടീമുമായിട്ട് ഷെയർ ചെയ്യുക. സോ അഞ്ചാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ പ്രസന്റ് ഇൻ മീറ്റിംഗ്സ്. നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ നടക്കുന്ന നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ കഴിയാവുന്നതും എല്ലാ മീറ്റിംഗ്സുകളും പങ്കെടുക്കാൻ ശ്രമിക്കുക. അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ക്ലാരിറ്റിയോട് കൂടിയും ട്രാൻസ്പെറൻറ്റ് കൂടിയും വർക്കുകളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സെലിബ്രേറ്റ് യൂസർ ഫീഡ്ബാക്ക്. നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളോട് പറയാണ് ദിസ് ആപ്പ് ഈസ് മച്ച് ഈസിയർ ടു യൂസ് നൗ. അങ്ങനെയുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നിങ്ങളത് ടീമുമായിട്ട് ഷെയർ ചെയ്യുക. ഇറ്റ് കണക്ട്സ് ഡിസൈൻ ടു ദ റിയൽ വേൾഡ് വാല്യൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. സോ ഹിയർ ഈസ് ദ ബോട്ടം ലൈൻ. ഇപ്പോൾ ആസ് എ UX UI ഡിസൈനർ നമ്മൾ ഡിസൈൻ മാത്രമല്ല ബിൽഡ് ചെയ്യുന്നത്, നമ്മൾ നല്ല നല്ല എക്സ്പീരിയൻസുകൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ടെക്നോളജി ഉപയോഗിച്ച് ഒരു ആപ്ലിക്കേഷനെ ഈസിയർ ആയിട്ടും ഫ്രണ്ട്ലിയർ ആയിട്ടും മോർ ഹ്യൂമനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നല്ല ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വർക്കിനെ മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ ആരും നിങ്ങളെ കൂടെ ഉണ്ടാവാൻ പോകുന്നില്ല. സോ സെൽഫ് മാർക്കറ്റിംഗ് ഒരു ഈഗോ എന്നല്ല, ഇത് നിങ്ങളുടെ വാല്യൂ റെക്കഗ്നൈസ് ചെയ്യാനും നിങ്ങളുടെ കരിയർ ഗ്രോ ചെയ്യാനും നിങ്ങളുടെ വോയിസ് ഓർഗനൈസേഷൻ വഴികളിൽ എത്തിക്കാനുള്ള ഒരു മെത്തേഡാണ്. അതുമുതൽ നിങ്ങൾക്ക് റെക്കഗ്നേഷൻ ഉണ്ടാവാം, കരിയർ ഗ്രോത്ത് ഉണ്ടാവാം, ഇൻഫ്ലുവൻസ് മറ്റുള്ളവരുടെ മുമ്പിലുള്ള നേടാനുള്ള ഒരു മാർഗമാണ്. അതിനാൽ ചെറിയ ചെറിയ വിൻസുകളും അതുപോലെ തന്നെ ബിഫോർ ആഫ്റ്റർ സ്റ്റോറികൾ കാണിക്കുക, യൂസർ കോട്ടുകൾ പോസ്റ്റ് ചെയ്യുക, ഇതെല്ലാം ചെയ്യാൻ ഇന്നു മുതൽ ശ്രമിക്കുക. സോ ആൾവേസ് റിമെമ്പർ, ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന ഡിസൈൻ സംസാരിക്കില്ല, അവിടെ നിങ്ങളുടെ വോയിസ് തന്നെ ഉയരണം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സെൽഫ് മാർക്കറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങളുടെ ചെയ്യുന്ന വർക്കുകളെ സെല്ല് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ്.